നമസ്കാരം. നമ്മുടെ പത്രങ്ങളിലൊക്കെ വീണ്ടും കൊറോണ വാർത്തകൾ നിറയുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തു, കേരളത്തിൽ ഇത്ര റിപ്പോർട്ട് ചെയ്തു, ഇത്ര ആൾക്കാർ ചികിത്സയിലുണ്ട്, ഇത്ര പേര് മരണപ്പെട്ടു, ഇത്ര പേരുടെ രോഗം മാറി. ഇനി ആശുപത്രി പോകുന്ന ആൾക്കാരൊക്കെ RT-PCR ടെസ്റ്റ് ചെയ്യണം, മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം തുടങ്ങിയ പഴയ പല്ലവികളെല്ലാം തന്നെ ഇവർ ആവർത്തിക്കുകയാണ്. ഇവിടെ കൊറോണ വന്ന സമയത്ത് ഇവർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ആൾക്കാർ പാലിച്ചിട്ടും അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അതെല്ലാം ഹിമാലയൻ ബ്ലണ്ടേഴ്സ് ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും അതേ കാര്യങ്ങൾ ഇവർ ആവർത്തിക്കുന്നത് ഒന്നുകിൽ ഇവർക്ക് അറിവില്ല, അതല്ല എന്നുണ്ടെങ്കിൽ ഇവർ മുഴുവൻ ജനങ്ങളെയും വിഡ്ഢികളാണെന്ന് ധരിക്കുന്നു. ഈ വിഡ്ഢികളായ ജനങ്ങളോട് വീണ്ടും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരനുസരിച്ചോളും, അല്ലെങ്കിൽ അവരനുസരിക്കുമോ എന്ന് ഒരുപക്ഷെ ഇവർ പരിശോധിക്കുകയായിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് ഒരു ചെറിയ സംഭവം പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ആരോഗ്യവകുപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാരോ കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് കരുതിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കാൻ പോലും സാധ്യതയില്ലാത്തൊരു സംഭവമാണ്. ഈ സംഭവത്തിലെ വ്യക്തി, ഞാൻ പറയുന്ന ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തി ഇരിങ്ങാലക്കുടയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ മാത്രമാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ പങ്കുവച്ച വിവരമാണ്. അദ്ദേഹം ഒരു വീഡിയോ നേരിട്ട് തരാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് ഈ ചാനലിലൂടെ കാണിക്കുന്നതാണ്. എങ്കിലും ഞാൻ ഇരിങ്ങാലക്കുട വരെ പോകണം, അദ്ദേഹത്തെ കാണണം, അതൊക്കെ എപ്പോൾ സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നോട് അദ്ദേഹം പങ്കുവച്ച വിവരം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 2020 കൊറോണ ആദ്യം വന്ന സമയത്ത് ഈ പറഞ്ഞ വ്യക്തിക്ക്, അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്, കൊറോണ ബാധിച്ചു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ 2 മക്കൾക്കും, മക്കളാണോ മകനും മകൻ്റെ ഭാര്യയുമാണോ എനിക്കത്ര കൃത്യതയില്ല. അപ്പോൾ വീട്ടിൽ 4 പേരുണ്ട്, 4 പേർക്കും കൊറോണ ബാധിച്ചു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ രോഗം കുറേയേറെ വഷളായി. ഇദ്ദേഹത്തിന് ഓക്സിജൻ സപ്പോർട്ടൊക്കെ വേണ്ടി വന്നു, ഇദ്ദേഹത്തിന് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വല്ലാത്തൊരവസ്ഥയിലായി. അദ്ദേഹം അവിടുത്തെ ആശുപത്രിയിൽ അഡ്മിറ്റായി. ആ സമയത്ത് നിരവധി ആൾക്കാർ ഇതുപോലെ രോഗം ബാധിച്ച് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അന്നത്തെ സമയത്ത് നിങ്ങൾക്കറിയാം, സർക്കാർ ആശുപത്രികളിൽ മാത്രമേ രോഗികളെ അഡ്മിറ്റ് ചെയ്യുകയുള്ളൂ, പ്രൈവറ്റ് ആശുപത്രികൾക്ക് അവരെ സ്വീകരിക്കാനുള്ള അനുമതിയില്ല. അങ്ങനെ അവിടെ അദ്ദേഹം ഓക്സിജൻ സപ്പോർട്ടിൽ കിടക്കുകയാണ്. ഓക്സിജൻ മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് മരണമുണ്ടാകും. അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെയധികം മോശമായി. അവസാനം ആശുപത്രി പറഞ്ഞു, ഇവിടെ രോഗികളെ കിടത്താൻ സ്ഥലമില്ല, നിങ്ങളിപ്പോൾ 4 പേരുണ്ട്, 4 പേർക്കും ഈ രോഗമുണ്ട്, അതുകൊണ്ട് ഇദ്ദേഹത്തെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ, ചികിത്സിക്കാൻ ഇനിയൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, ഇദ്ദേഹം രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്, കൂടിയാൽ 2 ആഴ്ച ജീവിക്കും, അതിനപ്പുറം ഇദ്ദേഹം പോകില്ല എന്ന് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ ആശുപത്രിയിലുള്ള എല്ലാ സൗകര്യങ്ങളും, ഓക്സിജൻ മാസ്കൊക്കെ ഉൾപ്പെടെ ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളും എല്ലാം വെച്ച് അദ്ദേഹത്തിനെ വീട്ടിൽ കിടത്തിയിട്ട് ആശുപത്രിയിൽ നിന്ന് കൊടുത്ത മെഡിസിനുകൾ കഴിക്കുകയാണ്. ഇവർ 4 പേരും ഉണ്ട്, ഇവർ ക്വാറന്റൈനിലാണ്, പുറത്തേക്കെങ്ങും പോകാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെ എന്നോട് സംസാരിച്ച ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഈ വിവരം അറിഞ്ഞ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വല്ല മാർഗവുമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഹോമിയോപ്പതിയിൽ കൊറോണയ്ക്ക് മരുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം ഹോമിയോ ഡോക്ടേഴ്സിനെ പോയി കണ്ടു. പക്ഷേ ഹോമിയോ ഡോക്ടേഴ്സ് പറഞ്ഞത്, ആശുപത്രിയിൽ നിന്നും ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇനിയൊന്നും ചെയ്യാനില്ല, അദ്ദേഹം മരിച്ചു പോകും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. മാത്രമല്ല അവരിതുകൂടി പറഞ്ഞു, ഞങ്ങൾക്ക് കൊറോണയ്ക്ക് ചികിത്സ നൽകാൻ അനുമതിയുമില്ല, ഞങ്ങൾ ഇദ്ദേഹത്തെ ചികിത്സിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കെതിരെ കേസുണ്ടാകും. അതുകൂടാതെ അവർ പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷയില്ലാത്തത് കൊണ്ടും ഇങ്ങനെ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ സർക്കാരിൻ്റെ അനുമതിയില്ലാത്തത് കൊണ്ടും ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ അദ്ദേഹം നിരാശനായിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് പരിചയമുള്ള ഒരു വ്യക്തി ഇദ്ദേഹവുമായിട്ട് കാണുകയും ഇവൻച്വലി ഈ കാര്യം സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് സംസാരിച്ച വ്യക്തി ഒരു സാധാരണക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഏതോ ഒരു രോഗാവസ്ഥയിൽ ഹോമിയോപ്പതിയിൽ നിന്ന് മുക്തി കിട്ടിയതിന് ശേഷം അദ്ദേഹം തന്നെ ഹോമിയോപ്പതിയെക്കുറിച്ച് പഠിക്കുകയും അതേക്കുറിച്ച് കുറച്ച് അറിവൊക്കെ നേടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ഏതെങ്കിലും വ്യക്തികൾ വന്നിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും രോഗാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പരിചയമുള്ള അറിവുള്ള ഏതെങ്കിലും മെഡിസിൻ ഹോമിയോപ്പതിയിൽ അതിനുവേണ്ടി ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇന്ന മരുന്ന് വാങ്ങിച്ചൊന്ന് കഴിച്ചു നോക്ക്, അങ്ങനെ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ പുള്ളി പറഞ്ഞു, ഇത് നമുക്ക് നിസ്സാരമായിട്ട് മാറ്റിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ആശുപത്രി കൈവിട്ട കേസാണ്, ഇനി ഇയാൾ മരിച്ചു പോകും എന്ന അവസ്ഥയിലാണ് വീട്ടിൽ കൊണ്ട് കിടത്തിയിരിക്കുന്നത്, ഹോമിയോ ഡോക്ടേഴ്സൊന്നും തന്നെ ചികിത്സിക്കാൻ തയ്യാറില്ല,
നിന്നെ കൊണ്ട് ഇതുപോലെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്, ഇത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗമാണ്, ഹോമിയോപ്പതിയിലും മെഡിസിനുണ്ട്, എനിക്കറിയാമെന്ന് പറഞ്ഞ ആ മരുന്ന് ഏതാണ്. പക്ഷേ ഇദ്ദേഹത്തോട് പറഞ്ഞു, ആ വീട്ടുകാർ പക്ഷേ ചില കാര്യങ്ങൾ അനുസരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ചികിത്സ ശരിയായിട്ട് ഫലിക്കുകയുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എന്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവർ ഇപ്പോൾ മുതൽ, ഈ സമയം മുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് പൂർണ്ണമായിട്ട് നിർത്തണം. അതായത് ഈ അലോപ്പതി മെഡിസിൻസ് അവർ കഴിക്കുന്നുണ്ട്. ഒരു ദിവസം ഏതാണ്ട് 30 ഗുളിക വീതമാണ് അദ്ദേഹം കഴിക്കുന്നതാണ് പറയുന്നത്, ആ കിടപ്പിലായിരിക്കുന്ന രോഗി. അപ്പോൾ അത് നിർത്തണം. അതുകൂടാതെ ഈ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങുന്ന സമയം മുതൽ, എന്നോട്ടാണ് അവർ മെഡിസിൻ കഴിച്ചു തുടങ്ങുന്നത്, അന്നത്തെ ദിവസം മുതൽ അവർ 3 ദിവസം പച്ചവെള്ളമോ ചൂടുവെള്ളമോ കരിക്കിൻ വെള്ളമോ അല്ലാതെ മറ്റ് യാതൊരു ഭക്ഷണവും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ 2 കണ്ടീഷൻ അവർക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ താങ്കളോട് മരുന്നിൻ്റെ പേര് പറഞ്ഞുതരാം, അത് വാങ്ങിച്ച് അവർക്ക് കൊടുത്താൽ മതി. അങ്ങനെ അദ്ദേഹം ഈ വീട്ടുകാരുമായിട്ട് സംസാരിച്ചു, നിങ്ങൾക്ക് ഈ കണ്ടീഷൻ പറ്റുമെന്ന് ചോദിച്ചാൽ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റും. കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ യാതൊരു വഴിയില്ലല്ലോ, ആശുപത്രി പുറന്തള്ളിയ കേസാണ്, നമ്മൾ മരണവും കാത്ത് ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്ത് കണ്ടീഷൻ അംഗീകരിക്കാൻ തയ്യാറാണ്, പൂർണ്ണമായിട്ടും അനുസരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 4 പേരും ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് തന്നെ 3 ദിവസം പച്ചവെള്ളമോ ചൂടുവെള്ളമോ കരിക്കിൻ വെള്ളമോ മാത്രം കുടിക്കാമെന്നും അതുപോലെ തന്നെ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ പൂർണ്ണമായിട്ടും നിർത്താമെന്ന് സമ്മതിച്ച് ഇദ്ദേഹം ഇവർക്ക് ഈ പറഞ്ഞ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞ് ഇദ്ദേഹത്തിനൊരു ശങ്കയുണ്ടായിരുന്നു, വല്ല ഗുണം വല്ലതും ഉണ്ടാകുമോ, ഡോക്ടറൊന്നും അല്ലാത്ത ഒരു വ്യക്തി അയാളുടെ ഒരു സ്വന്തം അറിവ് വെച്ച് പറഞ്ഞു തന്ന മരുന്നാണ്, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നൊരു പേടി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത്, അന്നത്തെ രാത്രി, അതായത് ഈ മെഡിസിൻ കഴിച്ച രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ടൊരു 4-5 മണിയായപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ടൊരു കാൾ വന്നു എന്നാണ് പറയുന്നത്. കിടപ്പിലായിരുന്ന ആ രോഗി അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ മാസ്ക് മാറ്റി അദ്ദേഹം എഴുന്നേറ്റിരുന്ന് ഇദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. അതിൻ്റെ തലേദിവസം അദ്ദേഹം ചെല്ലുമ്പോൾ ആ മനുഷ്യനുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു കണ്ടീഷനിൽ കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ രോഗം മാറി, എനിക്കിപ്പോൾ തന്നെത്താനെ എഴുന്നേറ്റിരിക്കാം, ഞാനിപ്പോൾ തന്നെ ബാത്റൂമിൽ പോയിട്ട് വന്നതേ ഉള്ളൂ, പിടിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് ബാത്റൂമിലേക്ക് പോകാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ ഏതാണ്ടൊരു 8-10 മണിക്കൂർ കൊണ്ട് ഒരു ഹോമിയോ മെഡിസിൻ മാറ്റിയെടുത്തു എന്ന് പറയുമ്പോൾ, ഇത്ര ഫലപ്രദമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്ര ശാഖ നമ്മുടെ നാട്ടിലുണ്ടായിട്ടും ഇവിടെ മാസ്കിൻ്റെയോ സാനിറ്റൈസറുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ആൾക്കാർക്ക് പനി വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ജീവിച്ചുകൊണ്ട് മരുന്ന് കഴിച്ച് അത് മാറ്റാമെന്നിരിക്കെ നമ്മുടെ ആരോഗ്യവകുപ്പ് എന്തുകൊണ്ടാണ് അങ്ങോട്ട് നോക്കാൻ പോലും ശ്രമിക്കാതെ കൊറോണ പോലെയുള്ള വൈറൽ പനികൾ അലോപ്പതി മാത്രമേ ചികിത്സിക്കാവൂ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി നിൽക്കുന്നതെന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കണം. കാരണം ഇവർക്ക് രോഗം മാറലാണ്, അതായത് ഒരു വ്യക്തിക്ക് രോഗം വന്നു ആ രോഗം മാറുക എന്നതാണ് ഇവരുടെ താല്പര്യമെങ്കിൽ അല്ല അവരുടെ ലക്ഷ്യമെങ്കിൽ ആ രോഗം മാറ്റാൻ കഴിവുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായമല്ലേ തേടേണ്ടത്. അപ്പോൾ ഇവർ രോഗം മാറ്റാൻ ഒരിക്കലും പറ്റില്ല, അതിന് മെഡിസിൻ ഇല്ല എന്ന് പറയുന്ന ഒരു വൈദ്യശാസ്ത്രത്തെ തന്നെ ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ദുരന്തം. പനി ബാധിച്ച് ആൾക്കാർ മരിക്കുക എന്നുള്ളത് നമ്മൾ പണ്ടെങ്കിലും കേൾക്കാത്ത കാര്യമാണ്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണത്? പനി കൊണ്ടാണോ മരിക്കുന്നത്? പനി കൊണ്ട് ഒരിക്കലും ഒരാളും മരിക്കില്ല. പനി മൂലം ഒരു വ്യക്തി മരിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് കൊടുത്ത ചികിത്സയുടെ പ്രശ്നം മൂലം മാത്രമാണ്. എന്താണ് പനി? പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സ്വയം ഉണ്ടാക്കുന്ന ഒരു പ്രതിരോധമാണ്. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, കാലാവസ്ഥ മാറുന്ന സമയത്ത്, അതായത് നമ്മൾ വേനലിൽ നിന്നും മഴക്കാലത്തേക്കോ ശീതകാലത്തേക്കോ ഒക്കെ പ്രവേശിക്കുമ്പോൾ ശരീരം ഈ കാലാവസ്ഥയിൽ നിന്നും മറ്റേ കാലാവസ്ഥയിലേക്ക് മാറാൻ വേണ്ടി സ്വയം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. ശരീരത്തിന് ഒരു ചെറിയ തയ്യാറെടുപ്പ് ആവശ്യമാണ്. എല്ലാ ആൾക്കാർക്കും വേണ്ടി വരില്ല, ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു തയ്യാറെടുപ്പ് വേണ്ടി വരും. ആ തയ്യാറെടുപ്പാണ് ശരിക്കും ഈ പനിയുടെ രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥയിൽ നിന്നും ഈ കാലാവസ്ഥയിലേക്ക് മാറി അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി ശരീരം തന്നെ നടത്തുന്ന ഒരു സ്വയം ചികിത്സയാണ് ഈ പനി. അതങ്ങനെ സംഭവിക്കുമ്പോൾ, അതങ്ങ് സംഭവിച്ച് തനിയെ അങ്ങ് മാറി കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് വീണ്ടും സമാനമായിട്ടുള്ള ഒരു കാലാവസ്ഥ മാറ്റം വരുമ്പോൾ ഈ പ്രശ്നമുണ്ടാകില്ല. എന്നാൽ ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, ഒരു പനിയുടെ ലക്ഷണം ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അത് രോഗമാണെന്ന് ധരിച്ചുകൊണ്ട് പോയി ഇംഗ്ലീഷ് മരുന്നുകൾ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിന് ആ തയ്യാറെടുപ്പ് നടത്താൻ സാധിക്കാതെ വരികയും അതുമൂലം ശരീരത്തിന് തകരാറുണ്ടാവുകയും വീണ്ടും സമാനമായ അന്തരീക്ഷം വരുമ്പോൾ അത് കൂടുതൽ രൂക്ഷമായിട്ട്, അതായത് മുമ്പ് സാധിക്കാതെ പോയതുകൊണ്ട് കൂടുതൽ ശക്തമായിട്ട് ശരീരം
ആ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയും അപ്പോൾ അയാൾ വീണ്ടും മരുന്ന് കൊടുത്ത് അതിനെ ഒതുക്കി നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവസാനം ഇതേതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങേയറ്റം അങ്ങ് വഷളായി പോകും. കാരണം ശരീരം നടത്തിക്കൊണ്ടിരുന്ന ആ സ്വയം ചികിത്സയെ നമ്മൾ ഇന്ന് തടസ്സപ്പെടുത്തി അവസാനം ശരീരത്തിനകത്ത് പലവിധ തകരാറുകൾ ഉണ്ടായി അതിനെ മൊത്തത്തിൽ പരിഹരിക്കാനായിട്ടായിരിക്കും വളരെ രൂക്ഷമായ ഒരു പനി ഉണ്ടാകുന്നത്. അപ്പോൾ വീണ്ടും ഇതേ പണി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അയാളെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാതെ അയാൾ മരിച്ചു പോവുകയാണ്. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ ഹോമിയോപ്പതിയുടെ സേവനം തേടിക്കഴിഞ്ഞാൽ, നല്ല ഹോമിയോ ഡോക്ടേഴ്സിൻ്റെ സേവനം തേടിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പനി നിസ്സാരമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. പക്ഷേ അതിന് പ്രൊമോഷൻ കൊടുക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറല്ല, ജനങ്ങൾ പോലും അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ചികിത്സിക്കാൻ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് ഗവൺമെൻറ് അംഗീകൃത ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അംഗീകാരമില്ലാത്ത ഒന്നുമല്ല, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എല്ലാം അംഗീകരിച്ചാണ്. പക്ഷേ അവർ ഇതിന് വേണ്ട പ്രൊമോഷൻ കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വൈറൽ പനികൾക്ക് ഹോമിയോപ്പതി ഉണ്ടെങ്കിൽ ഒരു വാക്സിൻ്റെയും ആവശ്യമില്ല, പാരസെറ്റമോളിൻ്റെ ആവശ്യമില്ല, ഡോളോയുടെ ആവശ്യമില്ല. പാരസെറ്റമോളും ഡോളോയും ഒക്കെ ശരിക്കും പനിയെ ദുഷിപ്പിക്കുന്ന മരുന്നുകളാണ്. ഈ അടുത്ത സമയത്ത് ഒരു ഡോക്ടർ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, മലയാള മനോരമയിൽ അദ്ദേഹം ഒരു ചെറിയ കുറിപ്പെഴുതി ഇട്ടിരുന്നത്, അദ്ദേഹം പറയുന്നത് പനിക്കുമ്പോൾ ശരീരം ചൂടാകുന്നത് ശരീരം സ്വയം തീർക്കുന്ന ഒരു വൈറസിനെതിരെ തീർക്കുന്ന പ്രതിരോധമാണ്. അലോപ്പതിയെ സംബന്ധിച്ച് പനികളെല്ലാം വൈറസ് ഉണ്ടാക്കുന്നതാണ്. അത് വൈറസ് ഉണ്ടാക്കുന്നതാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഒരു തർക്ക വിഷയമാണ്. എങ്കിൽ പോലും അവരുടെ ആ വാദഗതി നമ്മൾ സമ്മതിച്ചാൽ, വൈറസ് തന്നെയാണ് ഉണ്ടാക്കുന്നത് സമ്മതിച്ചാൽ, ഒരു വ്യക്തിയെ ആ വൈറസ് ബാധിക്കുമ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു? ആ വൈറസിനെ പുറത്ത് കളയാൻ, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പനിപ്പിക്കുന്നു, ടെമ്പറേച്ചർ കൂട്ടുന്നു, ശരീരത്തിൽ ടെമ്പറേച്ചർ കൂട്ടുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി ആ വൈറസിനെ ഇല്ലാതാക്കി ശരീരം പൂർവ്വഗതിയിലേക്ക് പോയി കഴിയുമ്പോൾ അയാൾക്ക് പിന്നീട് അത്തരത്തിലുള്ള ഒരു വൈറസിൻ്റെ ആക്രമണം ഒരിക്കലും ഉണ്ടാകില്ല. കാരണം ശരീരം അതിനെതിരെ പ്രതിരോധം തീർത്ത് ശരീരത്തിൽ ആൻറ്റിബോഡികൾ ഉണ്ടായിക്കഴിയും. എന്നാൽ ഇങ്ങനെയുള്ള ശരീരം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തി നമുക്ക് പനിക്കുകയാണ്. തീർച്ചയായിട്ടും പനിക്കുമ്പോൾ നമുക്ക് വളരെ വലിയ അസ്വസ്ഥതകളുണ്ട്. പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ശരീരവേദന, തൊണ്ടവേദന, മൂക്കലിപ്പ്, മൊത്തത്തിൽ പ്രശ്നമാണ്. എനിക്കറിയാമത്. ചില ആൾക്കാർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അത് ചെല്ലും. പക്ഷെ നമ്മൾ ആ സമയത്ത് അത് പനിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരീരത്തിന് പൂർണ്ണ വിശ്രമം കൊടുത്ത് ആ അസ്വസ്ഥതകൾ ഒന്ന് സഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് താൽക്കാലികം മാത്രമാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമ്മൾ റിക്കവറാകും. ഞാൻ ഇന്നേ വരെ എനിക്ക് പനി വന്നിട്ട് മരുന്ന് കഴിച്ചിട്ടില്ല. ഇന്നേ വരെ കഴിച്ചിട്ടില്ല. ചെറുപ്പം മുതൽ ഈ സമയം വരെ ഞാൻ പനി വന്നപ്പോഴോ തലവേദന വന്നപ്പോഴോ ഒരിക്കലും മെഡിസിൻ കഴിച്ചിട്ടില്ല. അതെല്ലാം തനിയെ മാറിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു ഗുളിക കൊണ്ട് തീർക്കാം, അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിച്ച് തീർക്കാമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം അതെന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നെനിക്കറിയാം. അതേപോലെ തന്നെയാണ് ഒരു പനി വന്നു കഴിയുമ്പോൾ ആ പനി നമ്മൾ തടയാതെ അത് വന്നു വയ്ക്കോട്ടെ എന്ന് കരുതി കഴിഞ്ഞാൽ അത് വന്നു വയ്ക്കോളൂ. ഇനി അഥവാ നമുക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയോ നമുക്ക് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും വാങ്ങി ഉപയോഗിക്കേണ്ടത് ഹോമിയോ മെഡിസിൻസാണ്. ഹോമിയോ മെഡിസിൻസിന് സൈഡ് എഫക്റ്റ് ഇല്ലെന്ന് മാത്രമല്ല, ആ പനിയുടെ റൂട്ട് കോസ് കണ്ടെത്തി അതിനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ കാണേണ്ടത് എപ്പോഴും നല്ല ഒരു ഹോമിയോ ഡോക്ടറെ ആയിരിക്കണമെന്ന് മാത്രം. ചെയ്യുന്ന ജോലിയോട് അഭിനിവേശമുള്ള, അതിൽ നല്ല അർപ്പണബോധമുള്ള ഡോക്ടർമാരെ കണ്ടെത്തണം. അത് കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ ഒന്ന് തിരക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ സമീപ പ്രദേശത്ത് തന്നെ നല്ല നല്ല ഡോക്ടേഴ്സ് കാണും. പിന്നെ എന്നെ കേൾക്കുന്ന ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ കരുത്തിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. ഇന്ന് മാറില്ല എന്ന് പറയുന്ന പല രോഗങ്ങളും മാറ്റാൻ ഹോമിയോപ്പതിയിൽ മെഡിസിനുണ്ട്. പക്ഷേ അതങ്ങനെ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ പല ഹോമിയോ ഡോക്ടർമാർക്കുമില്ല. അലോപ്പതിയുടെ രീതിയിലല്ല നിങ്ങൾ ഹോമിയോപ്പതി ചികിത്സിക്കേണ്ടത്. രണ്ടും രണ്ടാണ്. അലോപ്പതിയിൽ പ്രോട്ടോകോൾ ചികിത്സിക്കുമ്പോൾ ഹോമിയോപ്പതി ഒരു രോഗിയുടെ മൊത്തത്തിലുള്ള അവസ്ഥ അസസ് ചെയ്തിട്ട് അയാളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് അയാൾക്ക് ഏത് മരുന്ന് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് എന്ന കൺസെപ്റ്റ് ഹോമിയോപ്പതിയിലില്ല. അതൊക്കെ ഹോമിയോ ഡോക്ടർമാർക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും അതിലൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ചികിത്സയിലൂടെ സംഭവിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ സർക്കാർ വീണ്ടും മാസ്കും സാനിറ്റൈസറും ഒക്കെ ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ സർക്കാർ ഹോമിയോപ്പതി പ്രോട്ടോക്കോളാണ് പരിഗണിക്കുന്നതെങ്കിൽ പാലിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ലോക്ക്ഡൗണോ ഒന്നും തന്നെ വേണ്ടി വരില്ല. ഒരു വ്യക്തി പോലും കൊറോണ പോലെയുള്ള വൈറൽ രോഗങ്ങൾ കൊണ്ട് ഹോമിയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മരിക്കില്ല. മറിച്ച് അലോപ്പതി ട്രീറ്റ്മെൻറ്റിലാണ് പോകുന്നതെങ്കിൽ അവർ തന്നെ പറയുന്ന കാര്യമാണ്, ഞങ്ങളുടെ പക്കൽ വൈറൽ പനിക്ക് മരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ പക്കൽ മരുന്നില്ല എന്ന് പറയുന്ന ഒരു വൈദ്യശാസ്ത്രത്തെ കൊണ്ട് തന്നെ ചികിത്സിപ്പിക്കുകയും മരുന്നുണ്ട് പൂർണ്ണമായിട്ടും ഭേദമാക്കാം എന്ന് പറയുന്ന ഒരു വൈദ്യശാസ്ത്രത്തെ അവഗണിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുക, സർക്കാർ ചിന്തിക്കുക. താങ്ക് യു.